അല്പസമയങ്ങൾ നാം കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുകയാണല്ലോ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം ദൈവം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ഇന്നർ സെൻസ് അല്ലെങ്കിൽ കോൺഷ്യൻസ് എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് അവനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ എല്ലാ പാതകളിലും തന്നെക്കാൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ബീയിങ്, സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ട് എന്നുള്ള ആ സെൻസ് വെളിപ്പെടുത്തുന്നു ദൈവമുണ്ടായോ. രണ്ടാമത് നമ്മൾ പഠിച്ചു, വേദപുസ്തകത്തിലും അതുപോലെ പ്രകൃതിയിലും ദൈവത്തിന്റെ സൃഷ്ടിയിലുമുള്ള തെളിവുകൾ എടുത്തു വെച്ച് നോക്കിയാൽ ദൈവമില്ല എന്ന് പറയുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. അതിന് നമ്മൾ വിശദമായി കഴിഞ്ഞ ആഴ്ചയിൽ തെളിവുകൾ നിരത്തി പഠിക്കുവാൻ സർവശക്തനായ ദൈവം അവസരം തന്നല്ലോ. മൂന്നാമത് മറ്റൊരു തെളിവ് ഇന്ന് രാത്രി സമയം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ സെൻസ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്, ദ സെൻസ് ഓഫ് റൈറ്റ്. ഒരു ധാർമ്മിക കടപ്പാട്, അത് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മിക കടപ്പാട്, അതായത് ദ സെൻസ് ഓഫ് റൈറ്റ്, ശരി ഏത് തെറ്റേത് എന്നൊരു ഫീലിംഗ് മനസ്സിലുണ്ട്. അത് മാത്രമല്ല, എല്ലാ മനുഷ്യനിലും ഒരു സെൻസ് ഉണ്ട്, ഞാൻ റൈറ്റേ ചെയ്യാവൂ. മാത്രമല്ല, ഏത് മനുഷ്യനിലും ഉള്ള ഒരു ഫീലിംഗ് ആണ് their inability to fulfill the dictates of their moral conscience. അവരുടെ മനസ്സാക്ഷിയുടെ ഡിക്റ്റേറ്റ്സിനെ അനുസരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊരു ഫീലിംഗ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതായത് നമ്മൾ സാധാരണ പറയുന്നുണ്ട്, എനിക്ക് നല്ലത് ചെയ്യാനായിട്ടാണ് ആഗ്രഹം, ഇന്നത് ചെയ്യണ്ട എന്ന് ഞാൻ ചിന്തിച്ചതാ, പക്ഷെ എന്ത് ചെയ്തു, ചെയ്തു പോയി. ഒരു വിശുദ്ധനായി തന്നെ ഭൂമിയിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞു, നന്മ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആ ഇച്ഛിക്കാത്ത തിന്മ എന്ന് ഈ മനുഷ്യൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? പറഞ്ഞാശയം മനസ്സിലായോ? ഇതാണ് റൈറ്റ്, ഇത് റോങ്. മനസാക്ഷി പറയുന്നു ഇന്നതാണ് റൈറ്റ്, ഇന്നതാണ് റോങ് എന്ന് പറഞ്ഞാൽ ആരോടോ കടപ്പെട്ടിരിക്കുന്നു, ആരുടെയോ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ആരോ നമ്മെപ്പറ്റി എന്തോ എക്സ്പെക്ട് ചെയ്യുന്നു. ആ എക്സ്പെക്ട് ചെയ്യുന്നത് ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ദാറ്റ്സ് വാട്ട്. സ്കൂളിൽ ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പ്രതീക്ഷ മുഴുവൻ ക്ലാസ് ടീച്ചർ എന്നെ പറ്റി എന്ത് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഈ ഹോംവർക്ക് എഴുതണം. മാത്രമല്ല, എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ, കോളേജിലും ഒക്കെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഇവാലുവേഷന് പോകാത്ത പേപ്പേഴ്സ് ആണെങ്കിൽ പ്രധാനമായും ഒരു ഇന്റേണൽ ഇവാലുവേറ്ററുടെ കയ്യിൽ തന്നെ ആ ഇവാലുവേഷൻ നടക്കുമെങ്കിൽ നമുക്കറിയാം ആ ക്ലാസ്സിൽ ആ ലെക്ചറർ, പ്രൊഫസർ പഠിപ്പിക്കുന്ന സ്റ്റൈൽ ഏതാണ്, ആ പ്രൊഫസറുടെ ആശയം ഏതാണ്, പ്രൊഫസറുടെ ചിന്താഗതി ഏതാണ്, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഒരു അസൈൻമെന്റ് എഴുതുമ്പോൾ, ഒരു റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ എഴുതുന്ന മനുഷ്യൻ, എഴുതുന്ന സ്റ്റുഡന്റ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന പ്രൊഫസറുടെ മൈൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് എഴുതുന്നത്. അപ്പൊ പരമാവധി ആ ശൈലി, ആ സ്റ്റൈല്, ആ ചിന്താഗതിയിൽ അത് എഴുതാനായിട്ട് ശ്രമിക്കും. താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ, എന്റെ ഈ റിസർച്ച് പേപ്പറിൽ, എന്റെ ഈ അസൈൻമെന്റിൽ, എന്റെ ഈ എക്സാം പേപ്പറിൽ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഈ പേപ്പർ ഞാൻ എഴുതുമ്പോൾ തന്നെ ആരെയോ ഞാൻ പ്രസാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നെങ്കിൽ മാത്രമേ ഞാൻ റൈറ്റ് എന്റെ ഈ പേപ്പറിൽ കൂടുതൽ ഗ്രേഡ് എനിക്ക് ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തിനായി റൈറ്റ് ചെയ്യുന്നത്? ഇന്നത് ഞാൻ ചെയ്യാവൂ, തെറ്റ് ചെയ്യാൻ പാടില്ല. അകത്തെ മനസാക്ഷിയിൽ
ഒരു ഫീലിംഗ് ഉണ്ട്, ഞാൻ ഈ ചെയ്യുന്ന കാര്യം ആരുടെയോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതൊന്നുകിൽ റൈറ്റ് ആയിരിക്കണം, ഇത് ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിരിക്കണം, റോങ് ആണെന്ന് കണ്ട് ഞാൻ റോങ് ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി. ഈ ഫീലിംഗ് ഉള്ളിന്റെ ഉള്ളിൽ വരാൻ കാരണം നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ മുൻപാകെ, നമ്മളുടെ എബവ് നമ്മെക്കാൾ സൂപ്പർ ബീയിങ് ആയ ഒരു ശക്തിയുടെ മുൻപാകെ റൈറ്റും റോങ്ങും നാം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നാം കടപ്പെട്ടവരാണ്. ഈ ഫീലിംഗ് ഉണ്ടാകുന്നതിന്റെ കാരണം സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ദൈവത്തെ ആർക്കും ആ നിലയിൽ ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയില്ല. ദി എക്സിസ്റ്റൻസ് ഓഫ് ദീസ് objective moral values implies the existence of a transcendent ground of values. നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ലാത്ത സ്വർഗീയമായ ഏതോ മോറൽ വാല്യൂസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പറഞ്ഞു വന്ന ആർഗ്യുമെന്റ്സിനെ തിയോളജിക്കൽ ടേം ഉപയോഗിച്ച് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സുകൾ വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരൊറ്റ വാചകത്തിൽ ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഒന്ന് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ദി കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവരി നോൺ തിങ് ഇൻ ദ യൂണിവേഴ്സ് ഹാസ് എ കോസ്. ഭൂമിയിലുള്ള നാം അറിയുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറകിൽ ഒരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്. അങ്ങനെയെങ്കിൽ ദ യൂണിവേഴ്സ് ഇറ്റ്സെൽഫ് ഹാസ് എ കോസ്. യൂണിവേഴ്സിലുള്ള, ഭൂമിയിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള സകല കാര്യങ്ങൾക്കും പുറകിൽ ഒരു കോസ് ഉണ്ട്. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും. ഒരു മൊബൈൽ എടുത്താൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. ഷർട്ട് എടുത്താൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം എടുത്താൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നാം കാണുന്ന കെട്ടിടം എടുത്താൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നാം കാണുന്ന വാഹനം എടുത്താൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നാം കാണുന്ന ആ വൃക്ഷം കണ്ടാൽ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. നാം കാണുന്ന മനുഷ്യർ അതിന്റെ പുറകിൽ ഒരു കോസ് ഉണ്ട്. എവരി നോൺ തിങ് ഇൻ ദ യൂണിവേഴ്സ് ഹാസ് എ കോസ്. യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്ന യൂണിവേഴ്സിന് തന്നെ ഒരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്. ആ കോസാണ് സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, റീസൺ, ദ കോസ്. അതിന് ചുരുക്കി പറയട്ടെ. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദി ഓർഡർ, ദ ഹാർമണി, ദ ഡിസൈൻ ഇൻ ദ യൂണിവേഴ്സ്. ഈ സൃഷ്ടിയെല്ലാം ഒരു ഓർഡറിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നാം നോക്കിയാൽ ഒരു പ്ലാനറ്റ്, ഈ പ്ലാനറ്റ് തന്നെ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു പ്ലാനറ്റ് മറ്റൊരു പ്ലാനറ്റുമായി കൂട്ടിമുട്ടാത്ത നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭ്രമണപഥത്തിൽ തന്നെ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിക്കുന്നു. ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? ഇവിടെ തന്നെ നമുക്കറിയാം, ഈ സിസ്റ്റം തന്നെ എവിടെ ഒരു ബട്ടണിൽ ഞെക്കേണ്ടത് മറ്റൊരു ബട്ടണിൽ ഞെക്കിയാൽ ആകെപ്പാടെ അവതാളത്തിലായി, കാര്യം മുഴുവൻ കൊളാപ്സായി തീർന്നു. എന്നാൽ ആരുടെയും കൈ തൊടാതെ വളരെ ഓർഡറായി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്, ഗ്രഹങ്ങൾ. എന്തിന്? നമുക്ക് കിട്ടുന്ന സീസൺ, നമ്മൾ മഴക്കാലം, വസന്തകാലം, ശൈത്യകാലം എന്നൊക്കെ പറയുമല്ലോ. ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? ഇത്രയും മാസങ്ങൾ മഴക്കാലമായിരിക്കണം, കുറച്ച് കഴിയുമ്പോൾ ഇത് വസന്തകാലമാകണം, ശൈത്യകാലമാകണം, പിന്നെ സമ്മറും വിന്ററും ഒക്കെ എവിടുന്ന് ഉണ്ടാകുന്ന? ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? സോ ദ ഓർഡർ, ദ ഹാർമണി, ദ ഡിസൈൻ ഓഫ് ദ യൂണിവേഴ്സ് proclaim, declare that there's a creator behind it. Praise the Lord. ഈ സൃഷ്ടിയുടെ മുഴുവൻ ഓർഡർ വിളിച്ചു പറയുന്നത് ഞങ്ങളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു. മൂന്നാമത്തെ കോസ്, മൂന്നാമത്തെ റീസൺ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് അത് ആദ്യം പറഞ്ഞ ആ ആർഗ്യുമെന്റിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബീയിങ്ങിനെ നമ്മൾ കണ്ടാൽ ആ ബീയിങ് ഉണ്ടാക്കപ്പെടണമെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ബീയിങ് മറ്റൊരാൾ ഉണ്ടായിരിക്കണം. ഒരു ബീയിങ്ങിനെ നമ്മൾ കണ്ടാൽ, ഒരു ചെറിയ ഒരു സൃഷ്ടിയെ കണ്ടാൽ, ഒരു ചെറിയ ഒരു പ്ലാന്റിനെ കണ്ടാൽ
ആ പ്ലാന്റിന്റെ പിറകിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു പ്ലാന്റ് കണ്ടിരിക്കണം. അതിന്റെ തുല്യമായ ശക്തിയുള്ള ഒരു പ്ലാന്റിനെയല്ല, ഒരു സസ്യത്തെയല്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രേറ്റർ ബീയിങ് ഉണ്ടെങ്കിൽ മാത്രമേ, അതാണ് ഞാൻ പറഞ്ഞത്, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യാത്ത ഒരു ബീയിങ് ഈ സൃഷ്ടിയുടെ പുറകിലുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സൃഷ്ടി മുഴുവൻ അതിന്റേതായ നിലയിൽ നിലനിൽക്കുന്നത്. The argument goes like this: the characteristics of existence must belong to such a being, since it is greater to exist than not to exist. ഈ ഭൂമിയിൽ കാണുന്ന ഈ എക്സിസ്റ്റൻസ്, ഈ ബീയിങ്, ഓരോ കാര്യങ്ങളും നിലനിൽക്കുന്നതിന്റെ പുറകിൽ ഏതോ ഒരു മഹത്തായ ശക്തി, ഗ്രേറ്ററായ ശക്തി നിലനിൽക്കുന്നു എന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയും. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഓണ്ടോളജിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബീയിങ് എന്ന അർത്ഥമാണ്. നാലാമത്തെ ആർഗ്യുമെന്റ് ആണ് ഞാൻ ഇന്ന് ലാസ്റ്റിൽ പറഞ്ഞത്, ദ മോറൽ ആർഗ്യുമെന്റ്, ധാർമ്മികമായ വാദം, ആർഗ്യുമെന്റ്. ഇറ്റ് ബിഗിൻസ് ഫ്രം മാൻസ് സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ഈ ആർഗ്യുമെന്റ് തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ തെറ്റും ശരിയും എന്ന സെൻസ് ഉണ്ട്. ഈ സെൻസ് നീതി ചെയ്യണം, നല്ലത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള മനുഷ്യന്റെ ഫീലിംഗിൽ എപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നു. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, there must be a God who is the source of right and wrong to whom the creation obliges. അത് കാണിക്കുന്നതെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടിയില് നല്ലതും തീയതും ചെയ്ത്, അല്ലെങ്കിൽ നല്ലതും തീയതും എന്തെന്ന് മനസ്സിലാക്കി നല്ലത് മാത്രം ചെയ്യാൻ മനുഷ്യനും സൃഷ്ടിയും ഒബ്ലിജ്ഡ് ആയിരിക്കുന്ന, കടപ്പെട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെട്ടു വരുന്നു. ഞാൻ പറയാം, സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കുവൈറ്റിലായിക്കോട്ടെ, ഈ കുവൈറ്റിൽ വെറും സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും സിവിൽ ഐഡിയുമായി മാത്രമേ നടക്കുകയുള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ സിവിൽ ഐഡി, കടയിൽ പോകണമെങ്കിൽ സിവിൽ ഐഡി, ഓഫീസിൽ പോകണമെങ്കിൽ സിവിൽ ഐഡി, എവിടെ പോകണമെങ്കിൽ സിവിൽ ഐഡി. കാരണം എന്താ? ഇന്ത്യയിൽ ആരെങ്കിലും റേഷൻ കാർഡുമായിട്ട് നടക്കാറുണ്ടോ? നടക്കും. റേഷൻ കടയിൽ പോകുമ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നിലയിൽ പാസ്പോർട്ടുമായിട്ട് നടക്കാറുണ്ടോ? നടക്കാറില്ല. കാരണം അങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല. എല്ലാവരും പാസ്പോർട്ടോ എന്തെങ്കിലും കാർഡും കൊണ്ട് നടക്കണമെന്നൊരു നിയമം അവിടെ ഇല്ല. എന്നാൽ കുവൈറ്റിൽ സംബന്ധിച്ചിടത്തോളം ഏത് ഇന്ത്യക്കാരനായാലും ഒരു നിയമം ഇല്ലാത്ത രാജ്യക്കാരൻ ഇവിടെ വന്നാലും കുവൈറ്റിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരുടെയും പോക്കറ്റിൽ കാണും. ഇവിടെ ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എന്റെ പോക്കറ്റിൽ എന്റെ സിവിൽ ഐ ഡി ഇരിപ്പുണ്ട്. കാരണം ഈ ഹൈലൈൻ ഓഡിറ്റോറിയത്തിൽ ഒരു പോലീസുകാരൻ വന്ന് എന്നോട് ചോദിച്ചാലും ഞാൻ ഈ സിവിൽ ഐ ഡി കാണിക്കാൻ വിധേയനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കടപ്പെട്ടവനാണ്. അതിന്റെ കാരണം, എവിടെ പബ്ലിക്കിൽ ഇറങ്ങിയാലും ഈ കാർഡ് കാണിക്കണം എന്ന റൂൾ കുവൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം, ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു. ഈ സിവിൽ ഐ ഡിയുമായി ഞാൻ നടക്കാൻ ആരോടോ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഐ ഡി കാർഡുമായിട്ട് ഞാൻ നടക്കുന്നത്. ഇല്ല എങ്കിൽ അതുമായിട്ട് നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മനുഷ്യനിൽ മുഴുവൻ, സൃഷ്ടിയിൽ മുഴുവൻ നല്ലത് ചെയ്യണം എന്ന്, നീതി ചെയ്യണം എന്ന്, ആ റൈറ്റ് മാത്രം ചെയ്യണമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന മനുഷ്യനെയും സൃഷ്ടിയേക്കാൾ അപ്പുറത്ത് സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തോടുള്ള കടപ്പാടാണ് നമ്മുടെ മനസാക്ഷി എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നത്. മനസാക്ഷി ഉള്ളവന്റെ മനസാക്ഷി എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. തെറ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യും? കുത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ചിലപ്പോൾ മനസാക്ഷി തന്നെ എന്ത് ചെയ്യും? മരവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ളവർ അവരാണ് പറയുന്നത് ദൈവമില്ല എന്നൊക്കെ. കാരണം ദൈവത്തിന്റെ ആ കടപ്പാട് അവന് മനസ്സിലാക്കാൻ, ആ ഒബ്ലിഗേഷൻ അവന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ നിലയിൽ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു 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 കടപ്പാട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഈ ആർഗ്യുമെന്റ്സ് കാണിക്കുന്നത് സർവശക്തനായ ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുന്നവനും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് നല്ലതേ ചെയ്യാവൂ, തീയത് ചെയ്യരുത്. ഈ നല്ലത് ചെയ്യണം എന്ന് അവനോട് പറഞ്ഞു കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ അവൻ അറിയത്തില്ല. ഇതാ നല്ലതെന്ന് അവനോട് പറഞ്ഞു കൊടുത്തത് അവന്റെ കുടുംബത്തിലുള്ളവരാണ്. ആ കുടുംബത്തിലുള്ളവരോട് ഇത് പറഞ്ഞു കൊടുത്ത ആരാണ് ചോദിച്ചാൽ ദൈവമില്ല എന്ന് പറയുന്നവൻ ആൻസർ ഇല്ല.
എന്നാൽ ദൈവം ജീവിക്കുന്നു എന്ന് പറയുന്ന, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, ഞാനുണ്ട്, ദൈവത്തോട് കടപ്പെട്ടവനാണ്, അതുകൊണ്ട് നല്ലത് മാത്രമേ ഞാൻ ചെയ്യാവൂ, നീതി മാത്രമേ ഞാൻ ചെയ്യാവൂ എന്ന് കാണാം. അടുത്ത സെക്ഷൻ ഞാൻ കടക്കട്ടെ. ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. അത് ചില ആഴ്ചകളിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാനായി പോവുകയാണ്. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവം തമ്പുരാനിൽ പല സ്വഭാവങ്ങളും നമുക്കറിയാം. ദൈവത്തിന്റെ സ്വഭാവം പലരും ചോദിച്ചാൽ വേദപുസ്തകം തന്നെ പറയുന്നു, നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു സ്വഭാവമാണ് ദൈവം സ്നേഹമാകുന്നു. അത് ക്രിസ്ത്യാനിക്കും അറിയാം, മുസ്ലിമിനും അറിയാം, ഹിന്ദുവിനും അറിയാം. ആരോട് ചോദിച്ചാലും പറയും ദൈവം സ്നേഹമാകുന്നു. ക്രിസ്ത്യാനിയും ദൈവം സ്നേഹമാകുന്നു എന്ന് പാടും. ആത്മീയ ആരാധനയിൽ ദൈവം സ്നേഹം, ഇനി സിനിമാക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താലും അവനും പാടും ദൈവം സ്നേഹമാണെന്ന്. പക്ഷെ പറഞ്ഞു വന്നതിന്റെ ആശയം, എല്ലാ മനുഷ്യനിലും അറിയാം ദൈവം സ്നേഹമാണ്. ഈ ഗുണം പോലെ ദൈവത്തിന് വ്യത്യസ്തങ്ങളായ സ്വഭാവ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായി പോവുകയാണ്. ദൈവം തമ്പുരാന്റെ ആട്രിബ്യൂട്ട്സിൽ, സ്വഭാവ ഗുണങ്ങളിൽ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിൽ നിന്ന് വേറെ ആരിലേക്കും പകരപ്പെടാൻ കഴിയാത്ത, മനുഷ്യവർഗത്തിൽ കാണാത്ത സ്വഭാവ ഗുണങ്ങൾ. രണ്ടാമത്തത് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യനിൽ കാണുന്ന സ്വഭാവ ഗുണങ്ങൾ. അപ്പോൾ ദൈവം തമ്പുരാന്റെ സ്വഭാവ ഗുണങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ മനുഷ്യനിലോ മറ്റൊരു സൃഷ്ടിയിലും കാണുവാൻ കഴിയുകയില്ല, അത് അസാധ്യമാണ്. രണ്ടാമത്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, എന്നാൽ അതേ സമയത്ത് തന്നെ മനുഷ്യനിൽ കാണുന്ന സ്വഭാവ ഗുണങ്ങൾ. ദൈവത്തിന്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വേദപുസ്തകം പ്രിയപ്പെട്ടവരെ തുറന്ന് ചില വാക്യങ്ങൾ എന്നോടൊപ്പം വായിക്കാം. ഒന്നാമത്തെ ദൈവത്തിന്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ടാണ് ഇൻഡിപെൻഡൻസ്. ദൈവം മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ശക്തിയല്ല. ദൈവം മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുന്ന ശക്തിയല്ല. നമുക്കറിയാം, മനുഷ്യനോ മറ്റേത് സൃഷ്ടിക്കും അടുത്ത ഒരു സൃഷ്ടിയെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. മനുഷ്യനാണെങ്കിൽ സസ്യങ്ങളെ, മൃഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. മൃഗങ്ങൾ മറ്റു സൃഷ്ടികളെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയും ഡിപ്പെൻഡബിൾ ആണ്. ഡിപ്പെൻഡബിൾ എന്നല്ല, ഡിപ്പെൻഡഡ് ആണ്. മറ്റുള്ള സൃഷ്ടിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സൃഷ്ടി മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗാഡ് ഈസ് ഇൻഡിപെൻഡന്റ്. ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഗാഡ്, അത് മറ്റാരിലും ദൈവം പകർന്നു കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നമ്മളെയോ മറ്റൊരു ക്രിയേഷനെയോ മറ്റൊരു സൃഷ്ടിയുമോ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ആശ്രയിക്കുന്നില്ല. എന്നാൽ സൃഷ്ടിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സന്തോഷിപ്പിക്കാനും കഴിയും. പറഞ്ഞാശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ദൈവം മനുഷ്യരെയോ മറ്റൊരു സൃഷ്ടിയെയും ദൈവം ആശ്രയിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ചിലർ പറയും നമ്മളൊക്കെയാ ദൈവത്തെ ഉണ്ടാക്കിയെന്ന്. ചില ആളുകളോട് സംസാരിച്ചാൽ പറയും, പാസ്റ്റർ ഈ ദൈവം എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചിന്തയാണ്. അപ്പൊ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ആരില്ലായിരുന്നു? ദൈവം ഇല്ലായിരുന്നു. ചിലര് പഠിപ്പിക്കുന്ന പഠിപ്പിലുണ്ട്, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത് സ്നേഹമാ ദൈവം, സ്നേഹമാ ദൈവം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്, അത് വാസ്തവമാണ്. കാരണം ദൈവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണേത്, സ്നേഹം. അതുകൊണ്ട് സ്നേഹമാ ദൈവം എന്ന് പറയത്തില്ല. വെള്ളം തിളപ്പിച്ചിട്ട് നല്ല ചൂട്, ആ ചൂടിൽ തൊട്ടുകൊണ്ട് ആരെങ്കിലും പറയുമോ ചൂടാ വെള്ളമെന്ന്? പക്ഷെ വെള്ളം ചൂടാണെന്ന് പറയും. തിളപ്പിച്ച വെള്ളം ചൂടായതുകൊണ്ട് ചൂടാ വെള്ളം എന്നാരും പറയുകയില്ല. എന്നാൽ വെള്ളം ഇപ്പൊ ചൂടാണെന്നേ പറയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ അനുഭവത്തെ ദൈവമാക്കാൻ പറ്റുകയില്ല, സ്നേഹത്തെ ദൈവമാക്കാൻ പറ്റുകയില്ല, ഏതെങ്കിലും കരുണയെ ദൈവമാക്കാൻ പറ്റുകയില്ല, ദയയെ ദൈവമാക്കാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. അതുകൊണ്ട് ദൈവം മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നില്ല. ഒരു സൃഷ്ടിയെയും, മനുഷ്യനില്ലായിരുന്നെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നത് തെറ്റാണ്.
നമ്മളൊക്കെ പറഞ്ഞ ദൈവം ഉണ്ടായെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളിൽ, ആട്രിബ്യൂട്ടിൽ അതിപ്രധാനമായ ഒരു ആട്രിബ്യൂട്ടാണ് ഹി ഡസ് നോട്ട് ഡിപ്പെൻഡ് എനി ക്രിയേഷൻ ഫോർ ഹിസ് ഓൺ എക്സിസ്റ്റൻസ്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ആരെയും ദൈവം ആശ്രയിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹി ഈസ് സെൽഫ് എക്സിസ്റ്റന്റ് ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി. ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ ഉള്ള ആ ശക്തിയാണേത്, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നതുമില്ല. ദൈവത്തിന് സകലതും കൊടുപ്പാൻ സർവശക്തനാകിയാൽ മനുഷ്യന്റെ കൈകൊണ്ടുള്ള ശുശ്രൂഷ ദൈവത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ല. വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യം. ദൈവം ചോദിക്കുക, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാ. അടുത്തത്, ആകാശത്തിന്റെ കീഴിലുള്ളതൊക്കെയും എന്റേതല്ലോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു മനുഷ്യ കരത്തിന്റെയും ശുശ്രൂഷ ദൈവത്തിന് ആവശ്യമില്ല. 50-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 50-ാം സങ്കീർത്തനം, Psalms 50 verses 10 to 12. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. അടുത്തത്, മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. അടുത്തത് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. അതുകൊണ്ട് മനുഷ്യന്റെ ശുശ്രൂഷ, മനുഷ്യന്റെ നേർച്ച, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ ദൈവത്തിനു വേണ്ടി എന്ന് പറയുന്ന കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കട്ടെ. ഹി സെൽഫ് എക്സിസ്റ്റന്റ്, അവൻ സ്വയമായി നിൽക്കുന്നവനാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ലോകത്തിന്റെ സൃഷ്ടി മുതൽ ഉണ്ടായതല്ല. ദൈവത്തിന്റെ തേജസ്സോ ദൈവത്തിന്റെ മഹത്വമോ ലോകത്തിന്റെ സൃഷ്ടി മുതൽ ഉണ്ടായതല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 5-ാം വാക്യത്തിലും 24-ാം വാക്യവും ശ്രദ്ധിച്ചു പഠിച്ചാൽ യേശു തമ്പുരാൻ തന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ലോകം ഉണ്ടായിരുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്ന് പറഞ്ഞാൽ പുത്രനായ ക്രിസ്തു ഇവിടെ പറയുകയാണ്, പിതാവായ ദൈവത്തോട് പറയുമ്പോൾ പറയുകയാണ്, ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ഞാനും നീയും എവിടെയായിരുന്നു? സ്വർഗത്തിൽ. ഞാൻ അങ്ങയോടൊപ്പമായിരുന്നു. അങ്ങനെ ലോകാരംഭത്തിന് മുമ്പേ അങ്ങ് എനിക്ക് തന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. 24-ാം വാക്യം, പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ
കർത്താവായ യേശു പ്രാർത്ഥിക്കുകയാണ്, ലോകാരംഭം മുതൽ അതിനു മുൻപേ അങ്ങ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. ആരെങ്കിലും തൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പല വാക്യങ്ങൾ എടുത്ത് പഠിപ്പിക്കുമ്പോഴും ഞാൻ ആ വിഷയത്തിലേക്ക് അധികം താമസിയാതെ തന്നെ വരും. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് ദ ട്രിനിറ്റി, തൃത്വം എന്ന വിഷയം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അധികം താമസിയാതെ തന്നെ കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, ലോകാരംഭം മുതലേ പിതാവ് ആരെ മഹത്വപ്പെടുത്തി? ലോകാരംഭത്തിന് മുൻപ് തന്നെ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പുത്രനായ ക്രിസ്തുവും പിതാവായ ദൈവവും തേജസ് കൊണ്ട്, മഹത്വം കൊണ്ട്, ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ് ദൈവത്തിന്റെ തേജസ്. അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടി മുതൽ തുടങ്ങിയതല്ല ദൈവത്തിന്റെ മഹത്വം എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിലെ സൃഷ്ടിയുടെ ഒരു ഡിപ്പെൻഡൻസും, ലോകത്തിലെ സൃഷ്ടിയിൽ ഒരു കാരണവശാലും ദൈവം മഹത്വീകരിക്കപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിന്റെ കാരണം നാം സൃഷ്ടിയായതുകൊണ്ട്. നാം കൊടുക്കുന്ന മഹത്വം കൊണ്ടല്ല ദൈവം മഹത്വം എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. മഹത്വത്തിനു വേണ്ടി ദൈവം നമ്മിൽ ഡിപ്പെൻഡഡ് അല്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സങ്കീർത്തനം 90 2 വാക്യത്തിൽ പറയുന്നത്, "A God from everlasting to everlasting, you are God." അങ്ങ് തലമുറയോളം നീ എന്റെ 90 സങ്കീർത്തനത്തിന്റെ 2 വാക്യം വായിച്ചാട്ടെ. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. കർത്താവേ, നീ തലമുറയോളം ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. A God, you are from eternity to eternity. മാത്രമല്ല, പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ദൈവം തന്റെ പേര് മോശയ്ക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. ആ വാക്യമാണ്, I am who I am. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? There is no one like me. ഞാനാകുന്നവൻ എന്നെ പോലെ മറ്റൊരുത്തനില്ല. അത് മാത്രമല്ല, ഞാൻ എന്നിൽ തന്നെ പൂർണ്ണനാണ്. I am complete in myself. I am perfect in myself. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ എന്നിൽ തന്നെ പൂർണ്ണനായ ദൈവമാണ്. അതുകൊണ്ട് മറ്റൊരാളെ ഞാൻ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അതുകൊണ്ടൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നാം കൊടുക്കുന്ന മഹത്വം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. നാം കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. നാം കൊടുക്കുന്ന നേർച്ച കൊണ്ടോ നമ്മെ ഉപദ്രവിച്ചുകൊണ്ടോ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നമ്മെ കഷ്ടപ്പെടുത്തി അടിമനുഖം പോലെ ഇന്നത്തെ മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഓരോ ഭാരങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഇന്ന് വലിയ ഭാരമാണ് ജനത്തിന്റെ മേൽ വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ദൈവത്തെ എങ്ങനെയും പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം ആരുടെ മേലും ഭാരം അടിച്ചു വെച്ചിട്ട് ആരെയെങ്കിലും ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ഇന്നതൊക്കെ ചെയ്ത് നിങ്ങൾ പോകണം എന്ന് ദൈവം പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ഈ ഭാരമെല്ലാം കൂടെ വെച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തിയെങ്കിലും രാത്രി ദൈവം താല്പര്യപ്പെടുന്നത് ഞാനും നിങ്ങളും സ്വന്തം മനസ്സോടെ സ്വയമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ ദൈവത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ആരെന്നറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ അവിടെയാണ് ദൈവനാമം മഹത്വമെടുക്കുന്നത്. നമ്മുടെ ആ മഹത്വം കൊണ്ട് ദൈവം നിലനിൽക്കുകയല്ല. പിന്നെയോ ഇത് നാം മനസ്സിലാക്കി ദൈവത്തെ നാം സ്തുതിക്കണം. ഇന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവം നമുക്ക് നന്മ തരുമ്പോഴാണ്, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോഴാണ്. പലരും ദൈവത്തെ സേവിക്കുന്നത് എന്താ? രോഗിയാവുമ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് സൗഖ്യമാകണം, ഏതെങ്കിലും നേർച്ചയിട്ട്
ദൈവത്തെ സേവിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിച്ച് സൗഖ്യമാകണം. സാമ്പത്തികമായി കടന്ന് കറങ്ങുമ്പോ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഇല്ല, അതിന് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പ്രാർത്ഥിച്ച ഉടനെ വിടുതൽ കിട്ടി. അങ്ങനെയല്ല ആരാധന പോകേണ്ടത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവന്റെ മഹത്വം മനസ്സിലാക്കി ആരാധിക്കുന്നതാണ് സാക്ഷാൽ ആരാധന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അതുകൊണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹി സെൽഫ് എക്സിസ്റ്റന്റ്. നമുക്ക് കിട്ടുന്ന നന്മയ്ക്ക് നാം നന്ദിയുള്ളവരായിരിക്കണമെങ്കിൽ പോലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത് നന്ദിയിൽ നിന്ന് മാത്രമല്ല, ആ ആളിന്റെ പൊസിഷൻ, ആ ആളിന്റെ ശക്തി, ആ ആളിന്റെ ജ്ഞാനം, ആ ആളിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ് ദൈവത്തെ നാം ആരാധിക്കേണ്ടത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അവൻ ആരാണെന്ന് മനസ്സിലാക്കി മഹത്വം കൊടുക്കണം. ഇന്ന് രാത്രി ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഹി ഈസ് ദ സെൽഫ് എക്സിസ്റ്റന്റ് ഗാഡ്. അവൻ സ്വയമായി നിലനിൽക്കുന്ന, നിത്യത മുതൽ നിത്യത വരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിലനിൽക്കുന്ന സർവശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. അടുത്തത്, ഹീസ് അൺചേഞ്ചബിൾ ഗാഡ്. ദി അൺചേഞ്ചബിൾനെസ്. ദൈവത്തിന് ഒരിക്കലും മാറ്റം വരാൻ പാടില്ല. അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗാഡ്. ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത സ്വഭാവം. മാറ്റം വരാത്ത സ്വഭാവം. ഗാഡ് ഈസ് അൺചേഞ്ചിങ് ഇൻ ഹിസ് ബീയിങ്, in his perfection, in his purpose and his promises. ദൈവം തന്റെ ബീയിങ്ങിൽ, തന്നിൽ തന്നെ, തന്റെ പരിപൂർണതയിൽ, തന്റെ ഉദ്ദേശത്തിൽ, ലക്ഷ്യത്തിൽ, തന്റെ വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറ്റം വരുന്ന ദൈവമല്ല. മുമ്പേ ഞാൻ പറഞ്ഞ പേര് അതിനുകൂടെ ആപ്റ്റാണ്. മോശയോട് ദൈവം പറയുമ്പോൾ I am who I am, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞത്, ഞാൻ എന്നിൽ തന്നെ പരിപൂർണനാണ്, ഞാൻ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി വരെ, നിത്യത മുതൽ നിത്യത വരെ ജീവിക്കുന്ന ആളാണ്, ഒരുപോലെ ജീവിക്കുന്ന ആളാണ്, ഒരു മാറ്റവും വരാതെ ജീവിക്കുന്നവനാണ് സാക്ഷാൽ നാം സേവിക്കുന്ന ദൈവം. ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിച്ചാട്ട് 102-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. Psalm 102 verses 25 to 27. 102-ാം സങ്കീർത്തനത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നീയോ അനന്യനാകുന്നു, പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും. ഏത്? ഭൂമിയും ആകാശവും നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. എന്നാൽ ദൈവമേ, അങ്ങ് അനന്യനായ ദൈവമാണ്. യു ആർ ദി അൺചേഞ്ചിങ് ഗാഡ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താ ഇത് മനസ്സിലാക്കുന്നത് അറിയാമോ? ഗോഡ് കോസസ് ദ യൂണിവേഴ്സ് ടു ചേഞ്ച്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ മാറ്റം വരാൻ ദൈവം അനുവദിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടി, ഭൂമിക്ക് മാറ്റം വരുന്നു, ആകാശത്തിന് മാറ്റം വരുന്നു, മനുഷ്യന് മാറ്റം വരുന്നു, സൃഷ്ടിക്ക് മൊത്തത്തിൽ മാറ്റം വരുന്നു. എന്നാൽ ദോ ഗോഡ് കോസസ് ദ യൂണിവേഴ്സ് ടു ചേഞ്ച്, ബട്ട് ഇൻ കോൺട്രാസ്റ്റ് ടു ദിസ് ചേഞ്ച് ഹി ഈസ് ദ സെയിം. യൂണിവേഴ്സിന് മൊത്തത്തിൽ ചേഞ്ച് വരാൻ ദൈവം അനുവദിക്കുന്നെങ്കിലും ഇൻ കോൺട്രാസ്റ്റ് ടു ദിസ് ചേഞ്ച്, ഈ മാറ്റത്തിന് കോൺട്രാസ്റ്റ് ആയിട്ട്, വൈരുദ്ധ്യമായിട്ട് സൃഷ്ടിതാവായ ദൈവം ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും
അനന്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവാണ്. റെഫറിംഗ് ടു ഹിസ് ഓൺ ക്വാളിറ്റീസ്, ദൈവത്തിന്റെ ഈ പേഷ്യൻസിന്, അൺചേഞ്ചബിലിറ്റിക്ക് ദൈവം തമ്പുരാൻ തന്നെ പറയുന്ന വാക്യപ്രയോഗങ്ങൾ തിരുവചനത്തിൽ നമ്മൾ കാണും. തന്റെ ദയ, തന്റെ ക്ഷമ, തന്റെ കരുണ ഇതൊരിക്കലും മാറിപ്പോകത്തില്ലെന്ന് പറയാൻ വേണ്ടി സർവശക്തനായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാൽ, മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ. അടുത്തത്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. എന്താ അതിന്റെ കാരണം? യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഇപ്പൊ മുടിഞ്ഞു പോകേണ്ടവരാ. കാരണം നിങ്ങളുടെ പ്രവൃത്തിയിൽ, ദൈവത്തോടുള്ള നിങ്ങളുടെ മത്സരത്തിൽ, നിങ്ങൾ ദൈവത്തെ വിട്ടു നടക്കുന്നതിൽ ദൈവകോപം നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരോട് ചെയ്ത ചില ഉടമ്പടിയുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റം വരാത്ത ദൈവമാണ് ഞാനെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇന്ന് കൂട്ടത്തോടെ നശിച്ചു പോകാതിരിക്കുന്നു. ദൈവം, അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ അസ്തിത്വത്തിൽ മാത്രമല്ല നിത്യതയുള്ളത്, ദൈവത്തിന്റെ വാക്കുകളിലും നിത്യതയുണ്ട്. ദൈവം പറയുന്ന വാക്കും മാറുന്ന ദൈവമല്ല എന്ന് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും, അടുത്തത്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ദൈവം തമ്പുരാന് ഞാനിങ്ങനെ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഈ കുവൈറ്റിൽ നിന്ന് നാട്ടില് ചിലർ പറയാറുണ്ട്, നാട്ടിൽ പോയി ഒരു 3 മാസമൊക്കെ നിന്ന് വരുമ്പോൾ ചിലർ പറഞ്ഞ ക്ലൈമറ്റ് മൂലം കറുത്തുപോയി, കാലാവസ്ഥ മൂലം കറുത്തുപോയി. ചിലർ പറയാൻ ക്ഷീണിച്ചു പോയത്. ചിലർ തിരിച്ചു വരുമ്പം 1 വർഷമൊക്കെ കഴിഞ്ഞ് കണ്ട ഇപ്പൊ ആളിന് പഴയതുപോലെ അല്ല, കണ്ടാൽ പറയത്തില്ല ആളാണ്. കാരണം എന്താ? ആള് നിന്ന സ്ഥലത്തു നിന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ, നിന്ന ആ ക്ലൈമറ്റിൽ നിന്ന് മാറി. കുവൈറ്റിൽ നിന്ന് ഒരു 3-4 മാസത്തേക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ആ പട കണ്ണും കുഴിഞ്ഞ് കുഴിഞ്ഞ് അസ്ഥിയൊക്കെ വെളിയിൽ വന്ന് ഈ നിലയിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ആളങ്ങ് തീരെ പോയെന്ന്. ഇവിടെ വരുമ്പോ ഇപ്പൊ തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സിസ്റ്റർ രമണി മാത്യു പാടാൻ കഴിയാതിരിക്കുന്നു. കാരണം എന്താ? നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയപ്പോ തൊണ്ടയെ കയറി പിടിച്ചു. കർത്താവിന്റെ ദാസി മാത്രമല്ല, നമ്മളിൽ പലരും. എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ കാലാവസ്ഥ ഒന്ന് മാറിയാൽ, ക്ലൈമറ്റ് ഒന്ന് മാറിയാൽ, നമ്മുടെ ആ ലിവിങ് സിറ്റിസൺ ലെവൽ എന്തുവാ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറിയാൽ, ആ ജീവിത സാഹചര്യങ്ങളൊന്ന് മാറിയാൽ ചിലപ്പോൾ നമ്മൾ എല്ലുപോലാകും, ചിലപ്പോൾ ആന പോലെ വീർക്കും. കാരണം കാലാവസ്ഥയ്ക്ക്, കഴിക്കുന്ന ആഹാരത്തിന്, നാം വസിക്കുന്ന ആ പ്രത്യേക ആ ക്ലൈമറ്റിന്, നാം ശ്വസിക്കുന്ന വായുവിന് നമ്മെ പല രൂപത്തിലാക്കാൻ പറ്റും. എന്നാൽ മനുഷ്യനെ പോലെയല്ല സർവശക്തനായ ദൈവം. ദൈവത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹി ഈസ് ദ സെയിം. അവന്റെ സ്വഭാവത്തിൽ, അവൻ നമ്മളോട് പറയുന്ന വാക്കിൽ, അവന്റെ വാക്തത്വങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല വിശുദ്ധ തിരുവചനം പഠിച്ചാൽ അവന്റെ പർപ്പസസിന്, അവന്റെ ലക്ഷ്യങ്ങൾക്ക്, അവന്റെ ഉദ്ദേശത്തിന് മാറ്റമില്ല. സങ്കീർത്തനം 33-ന്റെ 11-ാം വാക്യം വായിച്ചാൽ, 33-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ദൈവം തമ്പുരാൻ ഒരു കാര്യത്തെ ലക്ഷ്യം ഇട്ടാൽ, ഒരു ലക്ഷ്യം അത് ദൈവത്തിനുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് മാറ്റം വരുന്നില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ
there was a purpose. ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോടാകുന്നെങ്കിലും ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള ഉദ്ദേശത്തിന് മാറ്റം വന്നിട്ടില്ല. ശ്രദ്ധിക്കണം. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവ തേജസ് കൊടുത്തിട്ട് ആസ് എ ക്രൗൺ ഓഫ് ക്രിയേഷൻ മറ്റെല്ലാ സൃഷ്ടിയുടെയും കിരീടമായിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം തമ്പുരാന്റെ ഉദ്ദേശം അതായിരിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ പറയുന്നു, മനുഷ്യനോട് നീ ഭൂമിയെ സൂക്ഷിക്കണം, ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യണം, ഭൂമിയെ കരുതണം, യു ടിൽ ദ ഗ്രൗണ്ട്, നീ ഭൂമിയെ ഉഴുതണം, ഇവിടെ കൃഷി ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം. ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പല നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ആ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചെങ്കിലും ദൈവം ആ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. മനുഷ്യൻ എപ്പോഴും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആയിരിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളോട് കൂടിയതായിരിക്കണം മനുഷ്യൻ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ വ്യാഖ്യാനിക്കും സ്വരൂപവും സാദൃശ്യവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് 2 കൈയും 2 കാലും ഒക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നോ, സ്വരൂപം ലൈക്നെസ് ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ അതല്ല അതിന്റെ അർത്ഥം. ദ വേ ദാറ്റ് ദർ വാസ് മനുഷ്യന്റെ അകത്ത് ഒരു കേപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യനിലുണ്ടായിരുന്നു. ഈ സ്വഭാവമാണ് ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യനിൽ കൊടുത്തെങ്കിലും ഈ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ പിന്മാറി. എന്നാൽ ആ ഉദ്ദേശത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം പല പദ്ധതികൾ ഭൂമിയിൽ വെച്ചു. അതിന്റെ ലാസ്റ്റ് പദ്ധതിയായിട്ടാണ് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നത്. ആ യാഗത്തിലൂടെ മനുഷ്യൻ വീണ്ടും മടങ്ങി വരിക എന്ന ഉദ്ദേശമാണ്. ആ ഉദ്ദേശം ഇന്നും നിലനിൽക്കുന്നു, ഇന്നലെയും നിലനിന്നു, നാളെയും നിലനിൽക്കുന്നു, അന്ത്യം വരെ ആ ഉദ്ദേശം തന്നെ നിലനിൽക്കും. ഞാൻ വിശ്വസിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ദൈവം പഴയ ഏദന്റെ തോട്ടത്തിലേക്ക് ഏതുദ്ദേശത്തോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയോ അതേ തേജസ്സോടുകൂടെ നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്നു. അത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം ഒരിക്കലും മാറിപ്പോകുന്നില്ല. അത് അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ല. മത്തായി സുവിശേഷം വായിക്കണമെന്നില്ല. 13-ാം അധ്യായം 35-ാം വാക്യം. ഇതിലെല്ലാം ദൈവീയ ഉദ്ദേശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു വേദപുസ്തകത്തിൽ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 46-ന്റെ 9-10 വാക്യങ്ങളുടെ ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അൺചേഞ്ചബിൾ ആയിട്ട് there is no one like him. വേറെ ഒരാൾ പോലും നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല. അടുത്തത്, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. അടുത്തത്, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും എന്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും, ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പൂർവ്വകാലത്ത് ചിന്തിക്കുന്ന കാര്യം അതെന്ത് ചെയ്യും? നിവർത്തിച്ചിരിക്കും. അത് ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിലനിന്നിരിക്കും. അതുകൊണ്ട് എന്നിട്ട് ദൈവം പറയുന്നു, എന്നെ പോലെ മറ്റൊരുത്തനുമില്ല, ഞാൻ തന്നെ ദൈവം എന്ന് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനിപ്പോ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല, ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ മാറ്റമില്ല. അതുപോലെ നമ്മൾ പറഞ്ഞത് ദൈവം തമ്പുരാന്റെ പർപ്പസസിൽ മാറ്റമില്ല. 4ാമത് നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ പ്രോമിസസിൽ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹിസ് പ്രോമിസസ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. അടുത്തത്, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല.
താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത്, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിന് ഒരിക്കലും മാറ്റം വരികയില്ല. കാരണം ദൈവം പറയുന്നത്, വ്യാജം പറയാൻ ദൈവം ആരല്ല? മനുഷ്യനല്ല. ദൈവം പറഞ്ഞത്, അരുളി ചെയ്തത് അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ദൈവം ഒരു വാക്ക് ഒരു മനുഷ്യനോട് പറഞ്ഞെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് കാരണമുണ്ട്. ഞാനിവിടെ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇന്നത് ചെയ്യാം, ഞാനങ്ങ് വിശ്വസ്തനാണെന്ന് കൂട്ടിക്കും. ഞാൻ പറഞ്ഞ വാക്കെല്ലാം ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ നടത്തും എന്നങ്ങ് ചിന്തിക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം എപ്പോഴാ കാറ്റ് പോകുന്നതെന്ന് അറിയത്തില്ല. അതൊരടിസ്ഥാന കാരണമാണ്. ഞാൻ പറയുന്ന വാഗ്ദത്തത്തിൽ ഞാനൊരു പ്രോമിസ് നിങ്ങൾക്ക് തന്നാൽ, ഞാനിത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. ഞാൻ ജീവിക്കുന്നെങ്കിൽ ചെയ്തിരിക്കുമെന്ന്. ഇന്ന ദിവസം ഞാൻ ഈ കടം തന്നു തീർക്കാം എന്ന് പറഞ്ഞ എത്രയോ പേര് ആ ദിവസത്തിന് മുന്നേ തീർന്നു പോയിട്ടുണ്ട്. നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ എത്രയോ പേര് ഈ കുവൈറ്റിൽ നാട് കടന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം എന്ന് വാക്ക് പറഞ്ഞു. പുള്ളിയുടെ കുഴപ്പമല്ല, പോയി, ആള് തട്ടിപ്പോയി. ഞാൻ പറഞ്ഞു വന്നൊരു ആശയം മനസ്സിലായോ? മനുഷ്യന്റെ വാക്കുകൾ അവനിനി മാനുഷികമായ നിലയിൽ എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞാലും ആ വാക്കുകൾ നിവർത്തിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട്. അതവന്റെ സ്വഭാവ ദൂഷ്യമല്ല, അവൻ മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള സ്വഭാവമാണ്. അവന്റെ മോർട്ടാലിറ്റി, അവന്റെ മർത്യത എന്ന സ്വഭാവം മനുഷ്യനെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയെ മാറ്റി നിർത്തുന്നു. എന്നാൽ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക്, അതുകൊണ്ടാണ് ഈ കുവൈറ്റിലെ ഒരു പദം എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ത് പറഞ്ഞാലും, നാളെ വരണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട, ഇൻഷാ അല്ലാഹ്, അല്ലെ? കറക്റ്റാണല്ലോ പ്രൊനൗൺസ് ചെയ്ത്, അത് ശരിയാണെങ്കിൽ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഗാഡ് വില്ലിംഗ്, ദൈവ ഹിതമെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, സഹോദര, ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്തു തരാൻ ദൈവം തമ്പുരാൻ എനിക്ക് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നാൽ, ദൈവം തമ്പുരാൻ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചാൽ ഞാൻ നിനക്കിത് ചെയ്തു തരാം എന്ന് മാത്രമേ മനുഷ്യന് പറയാൻ പറ്റുകയുള്ളൂ. ഒരു പക്ഷേ ചേർക്കാതെ, ഒരു ബട്ട് ചേർക്കാതെ, അല്ലെങ്കിൽ ഒരു ഈഫ് ചേർക്കാതെ മനുഷ്യന് പ്രോമിസ് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ഒരു വാഗ്ദത്തം കൊടുക്കാൻ പറ്റുകയില്ല. ഈഫ് എന്ന വാക്ക് എന്ന് ചേർക്കാതെ. എന്നാൽ എന്റെ ദൈവം വ്യത്യസ്തനാണ്. എന്റെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാമെന്ന് പറയാൻ കാരണം, ഹീ ഈസ് ദ ആൽഫ ആൻഡ് ഒമേഗ. അവൻ ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. മനുഷ്യൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ആ മനുഷ്യൻ, അവൻ പറഞ്ഞല്ലോ, അവൻ ഭൂമിയിൽ ഏതറ്റത്ത് ജീവിച്ചിരുന്നാലും ഞാൻ പിടിക്കും. ഭൂമിയുടെ ഏതറ്റത്ത് ജീവിച്ചിരുന്നാലും ഞാൻ പിടിക്കും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ ഭൂമിയുടെ ഏതെങ്കിലും അറ്റത്ത് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. എന്നാൽ എന്റെ ദൈവത്തെ എപ്പോ വേണേലും പിടിക്കാം. കാരണം എന്താണെന്നറിയാമോ? അവൻ മരണമുള്ള ദൈവമല്ല, അവൻ ചേഞ്ചുള്ള ദൈവമല്ല, അവൻ മാറ്റമുള്ള ദൈവമല്ല. കഴിഞ്ഞ 3000 വർഷങ്ങൾക്ക് മുമ്പേ ഏത് ദൈവത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 2000 ബിസിയിലും 1950 ബിസിയിലുമൊക്കെ അബ്രഹാം ഏത് ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ, 15th or 14th or 13th സെഞ്ചുറി ബിസികളിൽ ഇസ്രായേൽ മക്കൾ ഏത് ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ, അതേ ദൈവത്തെ ഈ 21ാം നൂറ്റാണ്ടിൽ AD 21st സെഞ്ചുറിയിൽ നിന്നുകൊണ്ട് അതേ ദൈവത്തെ അതുപോലെ വിളിക്കാവുന്ന ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം.
ഇത് ദൈവത്തിന്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ടാണ്. മനുഷ്യനിലേക്ക് പകരപ്പെടാൻ പറ്റാത്ത സ്വഭാവമാണ്. ദി അൺചേഞ്ചബിലിറ്റി ഓഫ് ഗോഡ്, ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, സമയം ഇവിടെ തീരുന്നതുകൊണ്ട്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ കമ്മ്യൂണിക്കബിൾ ആൻഡ് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് ഉണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്തുതിപ്പാൻ, മനുഷ്യനേക്കാൾ സകല സൃഷ്ടിയേക്കാൾ കൂടുതൽ ദൈവത്തെ ആരാധിപ്പാൻ എന്താ കാരണമെന്നറിയാമോ? ഒരു സൃഷ്ടിയിലുമില്ലാത്ത ഗുണഗണങ്ങൾ, ഒരു സൃഷ്ടിക്കും ഒരിക്കലും പ്രാപിച്ചെടുക്കാൻ പറ്റാത്ത ഗുണഗണങ്ങളാണ് സർവശക്തനായ എന്റെ ദൈവത്തിലുള്ളത്. ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ മഹത്വം കൊണ്ടോ നമ്മിൽ ആശ്രയിച്ചോ കഴിയുന്ന ദൈവമല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ഹീസ് ഇൻഡിപെൻഡന്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഹീസ് അൺചേഞ്ചബിൾ ഗോഡ്. ഒരിക്കലും മാറ്റം വരാത്ത ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു കാര്യം വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം അവർ വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്ത ദൈവമാണ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ദൈവത്തെ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഇന്ന് കാണുന്ന എന്നെ 10 വർഷം കഴിഞ്ഞ് കണ്ടാൽ അറിയുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ ആയിരിക്കില്ല. 10 വർഷം കഴിഞ്ഞ് കാണുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ എന്റെ ദൈവത്തെപ്പറ്റി നിങ്ങൾ അങ്ങനെ സംശയിക്കണ്ട. ഒരു വാക്കവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങനെ ദൈവത്തെ കാണുന്നോ അതുപോലെ 100 അല്ല, 1000 അല്ല, 10,000 വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്ന് കാണുന്ന ദൈവത്തെ അതുപോലെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ചിലപ്പോൾ ചിലർ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ് ഉണ്ട്, ദൈവം വാക്ക് മാറിയിട്ടുണ്ടല്ലോ എന്ന്. ദൈവത്തിന്റെ ചില ചിന്തകളെ ദൈവഭക്തരുടെ ഇടപെടൽ മൂലം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊരു വാക്കിൽ പറഞ്ഞാലും വിടാം. കാരണം വേദപുസ്തകം വായിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ, ഇന്ന് വായിക്കേണ്ട 32-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വിട്ടിച്ചെന്നത് വായിക്കുക. ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ദൈവദാസനായ മോശ ഇടിവിൽ നിന്നത് മൂലം ദൈവം തമ്പുരാൻ ആ ജനത്തോട് കരുണ കാണിച്ചു. നിനവെ മുഴുവൻ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്ത ദൈവം അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ ദൈവം തമ്പുരാൻ ആ ലക്ഷ്യത്തെ മാറ്റി. മാത്രമല്ല വേദപുസ്തകത്തിൽ 15 ഇപ്പോൾ ജീവനെടുക്കാൻ, ഹിസ്കിയാവിന്റെ ജീവനെടുക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ 15 സംവത്സരം കൂടെ അവന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ ദൈവം നീട്ടിക്കൊടുത്തു. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം തമ്പുരാന്റെ ഉദ്ദേശത്തിന് അവിടെ മാറ്റം വന്നിട്ടില്ല. കാരണം ഇവരെ കൊന്നൊടുക്കുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം. ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവരെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ എപ്പോൾ അവർ മടങ്ങി വരുന്നുവോ അവിടെ അവർക്ക് രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ വചനം ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിച്ചുവെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കട്ടെ. ഈ രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം മഹത്വത്തിന് യോഗ്യനായ ദൈവമാണ്. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം മനുഷ്യനെ പോലെ മറ്റൊരു സൃഷ്ടിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമല്ല. മറ്റു പല ദൈവങ്ങളെ പോലെ മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്വയമേ ഉള്ള മഹത്വമാണ്. ദൈവം സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോയാലും ഒരിക്കലും മാറ്റം വരാത്തത് സർവശക്തനായ ദൈവം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മാറ്റം വരാത്ത ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ ഈ ദൈവത്തെ സേവിപ്പാൻ നീ പുറപ്പെടുക. ദൈവത്തോട് നിന്റെ കാര്യത്തെ നീ അറിയിക്കുക. എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് വാക്ക് പറഞ്ഞാൽ, എന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞാൽ, എന്റെ ദൈവം നിന്നെ നടത്തുമെന്ന് വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറുന്ന ദൈവമല്ല. അവൻ നിന്നെ അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ
ഈ ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ചുകൊണ്ട് ആശ്രയിപ്പാൻ മറ്റാരുമില്ലാത്ത, പൂർണ്ണമായി ആശ്രയിപ്പാൻ മറ്റാരും വിശ്വസ്തരായിട്ടില്ലാതിരിക്കുമ്പോൾ, ഒരിക്കലും അവിശ്വസ്തത കാണിക്കാത്ത വിശ്വസ്തനായ ദൈവത്തിൽ പൂർണ്ണാശ്രയം നമ്മുടെ ഹൃദയമായി നമുക്ക് വയ്ക്കാം. ഹല്ലേലൂയ. ഈ ദൈവത്തെ പിൻപറ്റാനായിട്ട്, ഇത്ര സർവശക്തനായ ദൈവത്തെ പിൻപറ്റാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഒരിക്കൽ പോലും ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകുകയില്ല എന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം നാം ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കെ.ടി. ജോഷ് മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.